ഇന്ന് ഞാനിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം, നിലവിൽ ഞാൻ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇൻഡസ്ട്രി സെല്ലിൻ്റെ ചെയർമാനാണ്. ആ സ്ഥാനം രാജിവെക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മുഴുവനും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചത്. പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഗുരുസ്ഥാനീയനുമായിരുന്ന മാവേലിക്കര MLA ശ്രീ M. മുരളീച്ചേട്ടൻ്റെ അവിചാരിതമായ വേർപാടിൽ എൻ്റെ അഗാധമായ ദുഃഖവും അനുശോചനവും അറിയിക്കുകയാണ്. മുരളീച്ചേട്ടൻ ഹരിപ്പാട് ബൈ ഇലക്ഷന് മത്സരിക്കാനായി വരുമ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 1987 ശ്രീ രമേശ് ചെന്നിത്തല കോട്ടയം പാർലമെന്റിലേക്ക് മത്സരിക്കുവാനായി നിയമസഭാംഗത്തിന് രാജിവെച്ച് തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുരളീച്ചേട്ടൻ മത്സരിക്കുമ്പോൾ എൻ്റെ വീട് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു വാസസ്ഥലമായിരുന്നു. എൻ്റെ തറവാട് വീട് ഏകദേശം 45ഓളം ആളുകൾ 3 മാസക്കാലം താമസിച്ച് പ്രവർത്തിച്ചൊരു വീടാണ്. ആ കാലഘട്ടത്തിൽ ശ്രീ KC വേണുഗോപാൽ, ശ്രീ ഷാനിമോൾ ഉസ്മാൻ, ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, തൃപ്പൂണിത്തുറയിലെ ഇപ്പോഴത്തെ നിലവിലെ ശ്രീ MLA ശ്രീ K. ബാബു അടങ്ങിയ ആ കാലഘട്ടത്തിലെ ധീരന്മാരായ നേതാക്കന്മാർ താമസിച്ചുകൊണ്ട് M. മുരളീച്ചേട്ടൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ആ ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഞാൻ കോൺഗ്രസിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. കേരള വിദ്യാർത്ഥി യൂണിയനിൽ ആലപ്പുഴയുടെ MP അതിൻ്റെ ചെയർമാൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ ആലപ്പുഴയിലെ KSUവിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരവസരവും അതിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കാനുള്ള അവസരവും എനിക്കുണ്ടായി. അതിനുശേഷം ആലപ്പുഴയുടെ MP യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോൾ ആ കമ്മിറ്റിയിലും വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഏതാണ്ട് 85 കാലഘട്ടം മുതൽ ഇതുവരെയുള്ള 40 വർഷ കാലഘട്ടത്തെ ഒരു കോൺഗ്രസ് ബന്ധം വിച്ഛേദിച്ചു പോകുമ്പോൾ ഹൃദയഭേദകമായ മനസ്സിന് വളരെ അഗാധത്തിൽ താഴെത്തട്ടിൽ വേദന ഉണ്ടാക്കുന്ന ഒരു തീരുമാനം ആണ് എങ്കിൽ പോലും അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്നുള്ളതുകൊണ്ട് ഞാനതിൻ്റെ പാറ്റേൺ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. കേരളത്തിലെ വളർന്നു വരുന്ന KSU യൂത്ത് കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ നിലവിലുള്ള സംസ്ഥാന കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം അനുവർത്തിക്കുന്ന നിലപാടുകൾ അഭിലഷണീയമല്ല. ഞാനിങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. നാളെ കേരളം ഭരിക്കാൻ പോകുന്നത് UDF ആണെന്നുള്ള പ്രചണ്ഡമായ പ്രചരണം നടത്തി, മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിൽ UDF അധികാരത്തിൽ ഇടം പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് എന്നെപ്പോലെയുള്ള ഒരാൾ ഈ പാർട്ടി വിട്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയാകാനോ അതല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ചെയർമാൻ ഭരണം വന്നാൽ ഒരു കോർപ്പറേഷൻ ചെയർമാനാകാമോ പറ്റുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മാനസികാവസ്ഥയിലല്ല ഞാനുള്ളത്. ഇതൊരു സർവനാശത്തിലേക്കുള്ള പോക്കാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സർവനാശത്തിലേക്കുള്ള പോക്കിൽ നിന്ന് എന്നെപ്പോലൊരാൾ ബലിദാനം കൊടുത്താൽ അതെങ്കിലും ഒരു പുനർചിന്തനത്തിന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും മാർഗനിർദ്ദേശമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. പക്ഷേ ആ പ്രത്യാശ മാത്രമായി നിലനിൽക്കുന്നുള്ളത് പൂർണ്ണമായി എനിക്ക് അറിയാം എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സ്വയം രാജിവെച്ച് പുറത്തു പോവുകയാണ്. എവിടെ ചേരുക എന്നുള്ളതല്ലോ, എന്തുകൊണ്ട് ഇത് വിട്ടു എന്നുള്ളതാണല്ലോ. CPM-ലേക്ക് പോകുന്ന ഒരു അഭ്യൂഹമുണ്ട്, ഞാനും കേട്ടു.